മരിച്ചതോടെ ആ ഭാഷ അറിയാവുന്ന ഒരേ ഒരാൾ അമേഡിയോ ആയി മാറി. 15 പേരുണ്ടായിരുന്ന അവരുടെ കുടുംബം നദിക്കരയിൽ പുറമേ നിന്ന് നോക്കിയാൽ ഒരു ചെറിയ കുഴി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. പുറമെ നിന്നുള്ള ആളുകളുമായി വളരെയൊന്നും സമ്പർക്കം പുലർത്താതെ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയെങ്കിലും അവർ ജീവിച്ചു പോന്നു. കുറച്ച് ക്രിസ്ത്യൻ മിഷണറിമാരും റബ്ബർ ടാപ്പിങ്ങിന് എത്തുന്ന തൊഴിലാളികളും മാത്രമായിരുന്നു അവരുടെ ഭാഷ കേട്ട പുറം നാട്ടുകാർ. അത്രമേൽ ഒതുങ്ങി ജീവിച്ച ഇവർക്ക് പക്ഷേ അതിജീവനം സാധ്യമായില്ല. ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരുന്നു. ഒരു കുട്ടിയെ പുലി കൊന്നു, 2 കുട്ടികൾ പാമ്പുകടിയേറ്റ് മരിച്ചു, മറ്റൊരു കുട്ടി അരുവിയിൽ മുങ്ങി മരിച്ചു, ഒരു യുവാവ് വേട്ടയ്ക്കിടെ പരിക്കേറ്റ് രക്തം വാർന്നു മരിച്ചു. മീസിൽസ് ബാധിച്ച് അമേഡിയോയുടെയും ജുവാന്റെയും അച്ഛൻ